നിങ്ങൾ രാവിലെ കണ്ണ് തുറക്കുന്നത് തന്നെ വാട്സപ്പിലെ ഫോർവേഡ് മെസ്സേജുകളും ഇൻസ്റ്റഗ്രാമിലെ റീൽസുകളും കണ്ടുകൊണ്ടാണ്. എന്നിട്ട് ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് തീരെ മൂടില്ല, ഭയങ്കര ക്ഷീണം എന്ന് പരാതി പറയാറുണ്ടോ? എങ്കിൽ മനസ്സിലാക്കുക, ഈ മൂഡ് കളഞ്ഞത് മറ്റാരുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ രാവിലെ ഉള്ള മോർണിംഗ് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതവും എന്ന് നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും വിജയിച്ച മനുഷ്യർ എങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അവർ ഫോൺ നോക്കാറില്ല എന്ന സത്യം നിങ്ങൾക്കറിയാം. എങ്ങനെ ഊർജം നിറക്കാം എന്നതിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഉണ്ടെങ്കിൽ യെസ് ഐ നീഡ് എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യൂ. ഈ വീഡിയോ കണ്ട് നാളെ മുതൽ ഇതൊന്ന് മാറ്റിപ്പിടിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. നമസ്കാരം, ഞാൻ ദിനേശ് മുങ്കത്ത്. നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു ദുശീലമുണ്ട്. രാവിലെ അലറാം അടിക്കുന്നു, നമ്മൾ കണ്ണ് തിരുമ്മിക്കൊണ്ട് എഴുന്നേക്കുന്നു. അടുത്ത സെക്കൻഡിൽ കൈ പോകുന്ന എവിടേക്കാണെന്നറിയോ? തലയണയുടെ അടിയിലുള്ള നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക്. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ലോകത്തുള്ള സകല മാധ്യമങ്ങളും ഇൻഫർമേഷൻ ഗാർബേജ് എന്ന് പറയുന്നത്, അത് ആരുടെയൊക്കെ വഴക്കാകാം, ദുരന്ത വാർത്തകളാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫേക്ക് പെർഫെക്റ്റ് ലൈഫുമാകാം. ഇതെല്ലാം കൂടെ ഫ്രഷ് ആയിട്ടുള്ള നമ്മളെ തലച്ചോറിലേക്ക് കുത്തി നിറക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഉടനെ അതിന്റെ എഞ്ചിനിലേക്ക് കുറച്ച് മണലും ചളിയും വാരിയിട്ടാൽ ആ വണ്ടി എങ്ങനെ ഓടുമെന്ന്? അത് തന്നെ കേടാവില്ലേ? ഇത് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോടും ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ആ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു താഴെ ഒന്ന് യെസ് ഐ കൻ എഗ്രി എന്ന് പറഞ്ഞേ. രാവിലെ തന്നെ ഫോൺ നോക്കുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട എനർജി, ദ പ്രാണ, നിങ്ങൾ ആ സ്ക്രീനിലേക്ക് ഒഴുക്കി കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 8 മണിക്കൂർ ഉറങ്ങിയാലും 9 മണിക്കൂർ ഉറങ്ങിയാലും എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷവും തോന്നാത്തത് എന്നറിയാം. ഇല്ലേ? അങ്ങനെ സംഭവിക്കാറുണ്ടല്ലേ? അപ്പോ എന്തുകൊണ്ടാണ് രാവിലത്തെ സമയം ഇത്ര പ്രാധാന്യമുള്ളത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് നമുക്ക് രാവിലെ ഇത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു എന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കണം. ഇത് സയൻസ് ആണ് പറയുന്നത്. നമ്മൾ ഉറക്കമുണർന്ന ആദ്യത്തെ 20 മിനിറ്റ് നേരം നമ്മുടെ തലച്ചോറ് ആൽഫ സ്റ്റേറ്റിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതൊരു മാന്ത്രികമായ സമയമാണ്. ഈ സമയത്ത് നമ്മുടെ ബോധ മനസ്സും കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള വാതിൽ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 20 മിനിറ്റിൽ നിങ്ങൾ എന്ത് കാണുന്നുവോ, എന്ത് ചെയ്യുന്നുവോ, എന്ത് കേൾക്കുന്നുവോ, അത് നേരിട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയും. രാവിലെ എഴുന്നേറ്റ് പഠിക്കണമെന്ന് എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലേ? നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലേ? ഇതിന്റെ പ്രത്യേകത ഇതാണ്. ഈ സമയത്ത് നിങ്ങൾ ഒരു ദുരന്ത വാർത്തയാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് വിചാരിക്കും, ഓഹോ, ലോകം മുഴുവൻ അപകടം പിടിച്ചതാണ്, ഇനി പേടിച്ച് വേണം ജീവിക്കാനെന്ന്. അന്ന് വൈകുന്നേരം വരെ നിങ്ങൾ ഒരു കാരണവുമില്ലാതെ ദേഷ്യവും വിഷമവും തോന്നി ആ ദിവസം മുഴുവൻ അങ്ങനെ കൊണ്ടുപോകും. നേരെ മറിച്ച് ആ 20 മിനിറ്റ് നേരം നിങ്ങൾ ശാന്തമായി ഒന്നിരിക്കുകയും നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും അല്ലെങ്കിൽ നന്നായി ഒരു മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്താൽ ആ ദിവസം മുഴുവൻ നിങ്ങൾക്കൊരു മാജിക് എനർജി കൂടെ ഉണ്ടാവും എന്നുള്ളത് അറിയുക. മോർണിംഗ് റുട്ടീൻ എന്നാൽ വലിയ കഷ്ടപ്പാടുള്ള കാര്യമൊന്നുമല്ല. അത് സ്വന്തം മനസ്സിനെ അന്നത്തെ ദിവസത്തിനായി ട്യൂൺ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. നാളെ രാവിലെ മുതൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. നാളെ അലാറം അടിക്കുമ്പോൾ ഫോണിലേക്ക് നോക്കരുത്, പകരം കിടക്കയിൽ നിന്ന് നടു നിവർത്തി എഴുന്നേറ്റിരിക്കുക മാത്രം ചെയ്താൽ മതി. ഫോണിലേക്ക് നോക്കരുത്, തന്നെ ഫോണിലാണ് അലാറം വെച്ചെങ്കിൽ അലാറം ഓഫ് ചെയ്യാനൊന്നും കുഴപ്പമില്ല കേട്ടോ, ചെയ്തോളൂ കേട്ടോ. അപ്പോ നമ്മുടെ രണ്ട് കൈകളും തമ്മിൽ നന്നായി ഒന്ന് കൂട്ടി ഉരസി നന്നായി ചൂട് പരത്തിയതിനു ശേഷം നമ്മുടെ കൈകളിൽ നല്ലൊരു ഊർജ പ്രവാഹം വരുത്തുക. അതിനുശേഷം ആ ചൂടുള്ള കൈകൾ നമ്മുടെ കണ്ണിന് മുകളിലേക്ക് ഇങ്ങനെ വെക്കുക. കൃത്യമായി കണ്ണിന് മുകളിലേക്ക് അങ്ങ് വെക്കുക. അതിനുശേഷം നന്നായി ഒന്ന് തഴുകുക. ഈ തഴുകുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് ഒരു സിഗ്നൽ അങ്ങ് പോകും. വി ആർ സേഫ്, വി ആർ പ്ലഷർ എന്നുള്ളത്.
ഈ ചൂട് കണ്ണിലൂടെ തലച്ചോറിലേക്ക് ഇറങ്ങുന്നതൊന്ന് ശ്രദ്ധിച്ചു നിൽക്കുക. വളരെ ലളിതമായ പ്രക്രിയയാണ് ഞാൻ പറഞ്ഞത്. ഇനി കൈകൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ച് പറയുക, ഈ ദിവസം എനിക്ക് ലഭിച്ച ഒരു നല്ല സമ്മാനമാണ്. ഞാൻ സന്തോഷമായിരിക്കാൻ ഞാൻ തീരുമാനിക്കുന്നത്. ഐ ചൂസ് ടു ബിക്കം ഹാപ്പി ടുഡേ എന്ന് പറയുക. ഒന്നുകൂടി കൃത്യമായി പറയുക, ഇന്നൊരു നല്ല ദിവസമായിരിക്കും, ഇന്നത്തെ ദിവസം എനിക്ക് നൽകിയ ഇതിന് നന്ദി എന്ന് ഒന്ന് പറയുക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ആൽഫ സ്റ്റേറ്റിലേക്ക് പോസിറ്റീവായ ഒരു നിർദ്ദേശം നൽകുകയാണ് ചെയ്യുന്നത്. ഇത് വെറുമൊരു വാക്കല്ല, ഒരു തീരുമാനമാണെന്നറിയുക. ഇവിടെയാണ് മാറ്റങ്ങളുടെ തുടക്കം. കൈകൾ മുഖത്ത് നിന്ന് മാറ്റുമ്പോൾ നിങ്ങൾ കാണുന്ന ലോകം കുറച്ചുകൂടി തെളിമയുള്ളതായിരിക്കും എന്നുള്ളത് അറിയുക. ഓർക്കുക, ഫോണിലെ ചാർജ് തീരുന്നതിനേക്കാൾ പേടി സ്വന്തം മനസ്സിന്റെ ചാർജ് തീരുന്നതിനെ കുറിച്ച് വേണം എന്ന് ഒന്ന് തിരിച്ചറിയുക എൻ്റെ സുഹൃത്തുക്കളെ. രാവിലെ നിങ്ങൾ ജയിച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ ജയിക്കുമെന്നുള്ള വിൻ ഇൻ ദ മോർണിംഗ്, വിൻ ഇൻ ദ ഡേ എന്നുള്ളൊരു വാക്കുണ്ട്, അത് ഉപയോഗിക്കണം. അപ്പോ ഈ വീഡിയോ കണ്ടത് കൊണ്ട് മാത്രം യാതൊരു കാര്യമില്ല. ഇത് നാളെ രാവിലെ മുതൽ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കൊരു വാക്ക് നൽകണം. തയ്യാറാണെങ്കിൽ നോ ഫോൺ മോർണിംഗ് എന്ന് താഴെ ഒന്ന് കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. കൂടുതൽ എനർജി ടിപ്സിനും യോഗ പരിശീലനങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തുക. എല്ലാം നമുക്ക് സുഖമായി പഠിച്ച് അടിപൊളിയായിട്ടുള്ള ലൈഫ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ തയ്യാറാണല്ലോ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുള്ളൂ, ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചേക്കൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തിരിച്ചു.